എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കുന്നത് +1 ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. എഴുതിയിരിക്കുന്നത് പ്രഭാത് കുമാർ മുഖോപാധ്യായാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബംഗാളി റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി എന്താണ് തന്നിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കണം. പ്രഭാത് കുമാർ മുഖോപാധ്യായ് വാസ് one of the best short story writers in Bengali literature. He was also a novelist. His short stories are mainly based on real life situations and his characters belong to the middle class families. മിക്കവാറും അദ്ദേഹത്തിൻ്റെ കഥകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ നടന്ന കഥകളുമാണ്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും റിയൽ ആയിട്ടുണ്ടായിരുന്ന ക്യാരക്ടേഴ്സും ആയിരിക്കും. മിക്കവാറുമുള്ള കഥകളെല്ലാം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യുന്നതാണ്. Their hopes and aspirations, joys and sorrows are woven finely into his stories. ഇതിനകത്ത് എന്താണ് നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പ്രതീക്ഷകളും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇഴചേർന്ന് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കിക്കോളുക. ആദ്യം തന്നിരിക്കുന്നത് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. എന്താണ് ആദ്യം തന്നിരിക്കുന്നത് അത് നോക്കിയതിന് ശേഷം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. The bonds of human relationship are very strong. They are so complex that it is difficult for us to explain. Words and deeds have a soothing effect and they cement the bonds of relationship. Here is a story about the impact of words. Read on. എന്താ നോക്കിക്കൊള്ളുക. The bonds of human relationships are very strong. അല്ലേ, നമ്മളുടെ മനുഷ്യൻ്റെ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് അല്ലേ. ആ ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. They are so complex. അതുപോലെ തന്നെ വളരെ കോംപ്ലക്സുമാണ്. That it is difficult for us to explain. ബന്ധങ്ങളുടെ ഒരു ബന്ധനങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആണല്ലേ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ പാടാണ്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഹാവ് എ സൂതിങ് എഫക്റ്റ് ആൻഡ് ദേ സിമെന്റ് ദ ബോൺസ് ഓഫ് റിലേഷൻഷിപ്സ്. വാക്കുകളും പ്രവർത്തികളും ഒക്കെ ആ ഒരു റിലേഷൻഷിപ്സ് സിമെന്റ് ചെയ്യാനും അത് മുന്നോട്ട് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു ബലം അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവുണ്ട്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് വേർഡ്സ്. വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന കുറേ ഇമ്പാക്ട്സ് അതിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണെന്ന് വായിക്കുക. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു, പ്രഭാത് കുമാർ മുഖോപാധ്യായി. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട കമൻറ്റ്സ് നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇറ്റ് വാസ് നിയർലി 1 o'clock and I was feeling extremely hungry. So I made my way slowly to a vegetarian restaurant which was not far away in St. Martin Lane. Lunch hours in London restaurants were not so crowded in those days. ഉച്ചഭക്ഷണത്തിൻ്റെ ആ ഒരു സമയം, അതിൽ നമ്മളുടെ പ്രോട്ടഗോണിസ്റ്റ് കഥ പറയുന്ന ആൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്തലം എങ്ങനെയാണെന്ന് നോക്കിക്കോളാം. ഇറ്റ് വാസ് നിയർലി 1 o'clock. ഏകദേശം 1 മണിയാകുന്നു. ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി. എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ ഐ മെയ്ഡ് മൈ വേ സ്ലോലി ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഞാൻ അതുകൊണ്ട് എങ്ങോട്ടേക്ക് പോയി, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. വിച്ച് വാസ് നോട്ട് ഫാർ അവേ ഇൻ സെൻറ്റ് മാർട്ടിൻസ് ലെയിൻ. ഇപ്പോൾ സെൻറ്റ് മാർട്ടിൻ ലെയിൻ എന്നുള്ള സ്ഥലമാണ്. സെൻറ്റ് മാർട്ടിൻസ് ലെയിനിൽ നിന്നും വളരെ ദൂരെ അല്ലാത്ത ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ പോയിരിക്കുന്നത്. ലഞ്ച് ഹവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വെയർ നോട്ട് സോ ക്രൗഡഡ് ഇൻ ദോസ് ഡേയ്സ്. അപ്പോൾ ലണ്ടനിലാണ് ഇപ്പോൾ നമ്മളുടെ കഥ നടക്കുന്നത്. ഇപ്പോൾ ലണ്ടനിൽ ഈ ഒരു ലഞ്ച് ഹവേഴ്സ്, ഉച്ചഭക്ഷണത്തിൻ്റെ ഈ ഒരു സമയം അന്നത്തെ കാലത്ത് അത്രത്തോളം ക്രൗഡഡ് ആയിരുന്നില്ല. ഒരുപാട് ആൾക്കാർ വന്ന് ഇരിക്കുന്ന ഒരു സമയമൊന്നും ആയിരുന്നില്ല ലഞ്ചിന് അന്ന്. I found not more than 3 or 4 hungry people scattered around the room. 3 or 4 വിശപ്പുള്ള ആൾക്കാർ അവിടെ എവിടെയും ചിതറി ഇങ്ങനെ ഇരിക്കുന്നു. അത്രയും മാത്രമേ അവിടെ കാണാനുള്ളൂ. I chose a table, seated myself and opened the newspaper. ഞാനൊരു ടേബിളിൽ ഇരിക്കുന്നു, ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് ഇരിക്കുക. A waitress came up and waited politely for my order. ഒരു വെയിട്രസ് വരുന്നു. വെയിറ്ററിൻ്റെ ഫീമെയിൽ ജെൻഡറാണ് വെയിട്രസ്. അവർ വരുന്നു, എൻ്റെ ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഐ റേസ്ഡ് മൈ ഐസ് ഫ്രം ദ പേപ്പർ. ഞാൻ കണ്ണ് പേപ്പറിൽ നിന്ന് എടുത്തിട്ട് ഗ്ലാൻസ് അറ്റ് ദ മെനു ആൻഡ് ടോൾഡ് ഹെർ വാട്ട് ഐ റിക്വയർഡ്. പേപ്പറിൽ നിന്ന് നമുക്ക് മെനു കാർഡ് തരുമല്ലോ, അതിലേക്ക് നോക്കി എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാനിങ്ങനെ പറയും. താങ്ക് യു സർ, ഷീ said and went briskly and noiselessly away. എന്താ, ഞാൻ ഓർഡർ പറയുന്നു, അവർ നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവർ പെതുക്കെ പോകുന്നു. വളരെ ശാന്തമായി ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അവരവിടെ നിന്നും പോകുന്നു.
At that moment, my attention was drawn to a table not far from mine. ആ സമയത്ത് എൻ്റെ ശ്രദ്ധ പോകുന്നത് ഒരു ടേബിളിലേക്കാണ്. ഞാൻ ഇരിക്കുന്നതിൽ നിന്നും വളരെ ദൂരത്തൊന്നും അല്ലാതെ ഒരു ടേബിളിലേക്ക് എൻ്റെ ശ്രദ്ധ പോകുന്നു. ആ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദയർ. അവിടെ ആരുണ്ടായിരുന്നു? ഒരു യങ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കുട്ടി, ഒരു ഇംഗ്ലീഷ് പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. She had been watching me with interested surprise, but turned her eyes away as soon as I looked at her. അവൾ എന്നെ വളരെ ഇൻട്രസ്റ്റോടുകൂടി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് മുഖം അങ്ങ് മാറ്റി, കണ്ണുകൾ മാറ്റി. അവൾ എന്നെ നോക്കുന്നില്ല എന്നെനിക്ക് തോന്നാൻ വേണ്ടി അവൾ പെട്ടെന്ന് കണ്ണുകൾ മാറ്റി. ദ ഗേൾ വാസ് 13 or 14 years old. 13-14 വയസ്സുള്ള കുട്ടി. ഹർ ക്ലോസ് ബിട്രേഡ് ഹർ പോവേർട്ടി. അവളുടെ വസ്ത്രങ്ങൾ എന്ത് വിളിച്ചില്ലെങ്കിൽ എന്ത് തുറന്നു കാണിക്കുന്നുണ്ട്? അവളുടെ ദാരിദ്ര്യം കാണിക്കുന്നു. ഹർ ഹെയർ ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹർ ബാക്ക്. അവളുടെ മുടികൾ എങ്ങനെയാണ്? പിറകിലേക്ക് ഒഴുകി നിൽക്കുന്ന പോലെയാണ്. ഹർ ഐസ് വെയർ ലാർജ്. വളരെ വലിയ കണ്ണുകളാണ്. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. പക്ഷേ അവളുടെ കണ്ണുകൾക്ക് സാഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണുള്ളത്. ഐ വാച്ച്ഡ് ഹർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്. ഞാൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു. എപ്പോൾ? അവൾ എന്നെ നോക്കുന്നില്ല, ആ സമയത്ത് ഞാൻ അവളെ നോക്കും. അപ്പോൾ അവൾക്ക് എന്താ, ഞാൻ അവളെ നോക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ രീതിക്ക് ഞാൻ അവളെ വാച്ച് ചെയ്യുന്നു. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിങ് ഹേഴ്സ്. അവളെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ലഞ്ച് സെർവ് ചെയ്തു. ദി വെയിട്രസ് ബ്രോട്ട് ഹർ ദ ബിൽ. വെയിട്രസ് അവൾക്ക് ബില്ല് കൊണ്ട് കൊടുക്കുന്നു. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. പോകുന്ന വഴിക്ക് അവിടെ കൊണ്ടുപോയി ബില്ലടയ്ക്കുന്നു. ദ ഡെസ്ക് ഈസ് നിയർ ദി ഡോർ. അത് ആ വാതിലിനോട് ചേർന്നാണ് ക്യാഷ് അടയ്ക്കേണ്ട സ്ഥലം. ദ ഗേൾ സ്റ്റൂഡ് അപ്പ്. പെൺകുട്ടി എഴുന്നേൽക്കുന്നു. മൈ ഐസ് ഫോളോഡ് ഹർ. എൻ്റെ കണ്ണുകൾ അവളെ പിന്തുടരുന്നു. ആസ് ഷീ പെയ്ഡ് ഹർ ബിൽ ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ഇൻ എ ലോ വോയിസ്. പൈസ അടച്ചതിന് ശേഷം അവൾ അവിടുത്തെ ക്യാഷ്യർ അടുത്ത് പതിഞ്ഞ ശബ്ദത്തിൽ എന്ത് ചോദിക്കുക? പ്ലീസ് മിസ്, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെന്റിൽമാൻ ഈസ് എൻ ഇന്ത്യൻ? എന്താണ്, എനിക്ക് പറഞ്ഞു തരാമോ ആ ഇരിക്കുന്ന ആൾ ഇന്ത്യൻ ആണോ എന്ന് ചോദിക്കുന്നു. ഐ തിങ്ക് സോ, ദ ക്യാഷ്യർ ആൻസർഡ്. അപ്പോൾ ക്യാഷ്യർ എന്താ പറയുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഡസ് ഹീ കം ഹിയർ ഓൾ ദി ടൈം? അയാൾ ഇവിടെ എപ്പോഴും വരാറുണ്ടോ? പെർഹാപ്സ് നോട്ട്, ഐ ഡു നോട്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. ഇല്ലായിരിക്കണം, ഇതിന് മുമ്പ് അയാൾ വന്നതായിട്ട് എനിക്കങ്ങനെ ഓർമ്മ ഇല്ല. താങ്ക് യു, സെഡ് ദ ഗേൾ ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെന്റ് ഔട്ട്. അപ്പോൾ അവൾ എന്താ, നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി എന്നെ നോക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, വളരെ എന്തോ ഒരു ദീർഘനിശ്വാസത്തിൽ നെടുവീർപ്പിടുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇറ്റ് സർപ്രൈസ്ഡ് മീ. ഇത് എന്നെ അത്ഭുതപ്പെടുത്തി. വൈ? വാട്ട് വാസ് ദ മാറ്റർ? എന്നെ നോക്കി അല്ലെങ്കിൽ ഭയത്തോടു കൂടി നോക്കുന്നതാണ് ഈ സ്റ്റാർട്ടിൽഡ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ നോക്കുന്നു എന്നുള്ള രീതിയാണ്. അപ്പോൾ എന്തിനായിരിക്കും അങ്ങനെ എന്ന് ചിന്തിക്കുന്നു. ഹർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹർ. അവൾ എന്നോട് എന്തോ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടല്ലേ. അപ്പം അതുകൊണ്ട് അതെന്താണ് എന്നറിയാനുള്ള ഇൻട്രസ്റ്റ് അവൾ എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ നോക്കുന്നത് എന്നറിയാനുള്ള ഇൻട്രസ്റ്റാണ് എനിക്ക് അവളോട് തോന്നിയത്. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഐ ആസ്ക്ഡ് ദ വെയിട്രസ്, ഡു യു നോ ദ ഗേൾ ഹൂ വാസ് സിറ്റിംഗ് ഓവർ ദെയർ? അപ്പോൾ എന്താ, ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ആ വെയിട്രസിനടുത്ത് എന്ത് ചോദിച്ചു? നിങ്ങൾക്കറിയാമോ ആ പെൺകുട്ടിയെ, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ലേ, ആ കുട്ടിയെ അറിയോ? നോ സർ, ഐ ഡു നോട്ട് നോ ഹർ. ഇല്ല സർ, എനിക്ക് അവളെ അറിയില്ല. ടു സ്പീക്ക് ഓഫ്, ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് എ ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേസ്. പക്ഷേ അവൾ സാറ്റർഡേസിൽ ഇവിടെ വന്ന് ലഞ്ച് കഴിക്കാറുണ്ട്. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? വേറെ ഏതെങ്കിലും ദിവസം വരുമോ? ഐ നെവർ സീ ഹർ ഓൺ അതർ ഡേയ്സ്. ഞാൻ വേറൊരു ദിവസവും അവളെ കണ്ടിട്ടില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീ ഈസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അവൾ ആരാണെന്ന്? പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. ഒരു പക്ഷേ ഇവിടെ അടുത്ത കടകളിൽ എവിടെയെങ്കിലും അവൾ വർക്ക് ചെയ്യുന്നുണ്ടാകും. ഹൗ ഡു യു നോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സാറ്റർഡേ ഈസ് പേ ഡേ, ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. സാറ്റർഡേ ഈസ് പേ ഡേ, എന്താണ്, സാറ്റർഡേ ആണ് അവർക്ക് പൈസ കിട്ടുന്ന ദിവസം. ദാറ്റ് ഈസ് വെൻ ഷീ കംസ്, അതുകൊണ്ടാണ് അവൾ അന്ന് വരിക. ഓൺ അതർ ഡേയ്സ് ഷീ മെ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. അപ്പം മറ്റ് ദിവസങ്ങളിലൊന്നും ഈ ഉച്ചഭക്ഷണം ഇങ്ങനെ വന്ന് വാങ്ങിക്കഴിക്കാൻ അവളെ കൊണ്ട് സാധിക്കില്ലായിരിക്കാം. പെർഹാപ്സ് ഷീ ഡിഡ് നോട്ട് ഏൺ വെരി മച്ച്. ഒരു പക്ഷേ അവൾക്ക് അത്രത്തോളം അവൾ സമ്പാദിക്കുന്നുണ്ടാവില്ല. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. അവർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പോയി. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ്. എനിക്ക് ആ കുട്ടിയോടുള്ള ആകാംക്ഷ അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഹൂ വാസ് ദ ചൈൽഡ്? ഏതാണ് ആ കുട്ടി? വൈ ഹാഡ് ഷീ ഇൻക്വയർഡ് അബൌട്ട് മീ? അവൾ എന്തിന് എന്നെപ്പറ്റി അന്വേഷിക്കണം? വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹർ ഇൻട്രസ്റ്റ്? അവൾ എൻ്റെ അടുത്ത് കാണിക്കുന്ന ഈ ഒരു ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകില്ലേ? ഹർ പോവർട്ടി സ്ട്രൈക്കൺ സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ ടുക്ക് പൊസിഷൻ ഓഫ് മൈ തോട്ട്സ്. അപ്പോൾ അവളുടെ ആ ഒരു
രൂപവും അവളുടെ സാഡ് ഫേസും ഇതൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ സൺഡേസ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. സൺഡേസിൽ എല്ലാ ലണ്ടൻ ഷോപ്സും അടച്ചിരിക്കും. സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവളെ തപ്പി ഇറങ്ങാം. ഓൺ മൺഡേ മോർണിംഗ് എന്നാണ് മൺഡേ മോർണിംഗിൽ. ഐ ലുക്ക്ഡ് ഇൻ ടു ദി ഷോപ്സ് ഓൺ ദി സ്ട്രീറ്റ്സ് നിയർ സെൻറ്റ് മാർട്ടിൻസ് ലെയിൻ. സെൻറ്റ് മാർട്ടിൻ ലെയിൻ്റെ ആ ഭാഗത്തുള്ള ഷോപ്പുകളിലൊക്കെ ഞാൻ നോക്കി. എസ്പെഷ്യലി ദ ഷോപ്സ് ഓൺ ദി സ്ട്രാൻഡ്, ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദ ഗേൾ. എന്താണ് ആ സെൻറ്റ് മാർട്ടിൻ ലെയിനിൻ്റെ ആ ഭാഗത്ത് അതിനോട് ചേർന്നുള്ള ഷോപ്പുകളിലെല്ലാം ഞാൻ അവളെ നോക്കി. പക്ഷേ അവളെ പോലത്തെ ഒരു കുട്ടിയെയും ഞാൻ അവിടെ കണ്ടില്ല. ദ വീക്ക് പാസ്റ്റ്, ആ ഒരാഴ്ച കടന്നുപോയി. സാറ്റർഡേ കെയിം അഗെയിൻ, വീണ്ടും ശനിയാഴ്ച വരുന്നു. ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. ഞാൻ ഒരിക്കൽ കൂടി എങ്ങോട്ടേക്ക് പോവുക? ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ആസ് ഐ എൻറ്റേർഡ്, ഞാൻ കയറിയപ്പോൾ ഐ സോ ഹർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ. കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച അതേ ടേബിളിൽ അവൾ ഇരിപ്പുണ്ട്. ഷീ വാസ് ഈറ്റിംഗ്, അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഐ വോക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹേഴ്സ്. ഞാൻ പോയിട്ട് അവൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയറിൽ പോയിട്ട് ഇരിക്കുകയാണ്. സെയിങ് ഗുഡ് ആഫ്റ്റർനൂൺ. അവളോട് എന്ത് പറഞ്ഞു? ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഷീ റെസ്പോണ്ടഡ് ഹെസിസ്റ്റൻ്റ്ലി. എന്താണ്, ചെറിയൊരു മടുപ്പ് അല്ലെങ്കിൽ ഒരു സംശയത്തോടു കൂടി അവൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുകയാണ്. By making one brief remark after another, I was able slowly to start a conversation. At last she asked, "Are you an Indian?" അപ്പോൾ അവിടെ ഇരുന്നവർ പരസ്പരം അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഇങ്ങോട്ട് എന്താ ചോദിക്കുന്നത്? നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കുന്നു. യെസ്. എക്സ്ക്യൂസ് മീ, ആർ യു എ വെജിറ്റേറിയൻ? മറുപടി എന്താ പറയുന്നത്? യെസ്, ഞാൻ ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഉടനെ അവളുടെ അടുത്ത ചോദ്യം നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ എന്നാണ്. Why do you ask that? എന്താ അങ്ങനെ ചോദിച്ചത്? I have heard that most Indians are vegetarians. ഞാൻ എന്ത് കേട്ടിട്ടുണ്ട്? മിക്കവാറുമുള്ള എല്ലാ ഇന്ത്യക്കാരും എന്താണ്, വെജിറ്റേറിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. How is it that you know anything about India? നിനക്ക് എങ്ങനെയാണ് ഇന്ത്യയെ പറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്? മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ. എൻ്റെ എൽഡർ ബ്രദർ, എൻ്റെ മൂത്ത ചേട്ടൻ ഇന്ത്യയിലാണ്. ഹീസ് എ സോൾജിയർ, അയാളൊരു പട്ടാളക്കാരനാണ്. ഐ ആം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ. ഐ ആൻസേർഡ് ഹെർ ക്വസ്റ്റ്യൻ, ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. എന്താ, ഞാനങ്ങനെ ഒരു പൂർണ്ണമായ ഒരു വെജിറ്റേറിയൻ ഒന്നും അല്ല, പക്ഷെ ഞാൻ വെജിറ്റേറിയൻ മീൽസ് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എപ്പോഴും ഇഷ്ടമായിരുന്നു. ദ ഗേൾ സീം ഡിസപ്പോയിൻറ്റഡ്. അവൾക്ക് എന്താണ് പറഞ്ഞത് കറക്റ്റ് ആയില്ല എന്നുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ്. ഐ ലേൺ ദാറ്റ് ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ഹിസ് എൽഡർ ബ്രദർ. എനിക്ക് മനസ്സിലായത് അവളുടെ ഒരു ഗാർഡിയൻ, അവളെ സംരക്ഷിക്കുന്ന ആൾ ഈ മൂത്ത ചേട്ടനാണ്. ഷി ലിവ്ഡ് വിത്ത് ഹർ ഓൾഡ് വിഡോഡ് മദർ. അവളുടെ അമ്മ വിധവയാണ്, പ്രായമായതാണ്. അപ്പോൾ ആ അമ്മയോടൊപ്പമാണ് അവൾ താമസിക്കുന്നത്. ഡോ യു ഹിയർ ഫ്രം യുവർ ബ്രദർ? നീ നിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് നിന്നാണോ ഇങ്ങനെ പറഞ്ഞ് കേട്ടത്? വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. എന്താണ്, കുറേയേറെ നാളായിട്ട് എൻ്റെ ബ്രദറിൻ്റെ ഒരു വിവരവുമില്ല. മൈ മദർ ഈസ് വെരി വറീഡ്. എൻ്റെ അമ്മ ഭയങ്കര വിഷമത്തിലാണ്. പീപ്പിൾ ടെൽ ഹെർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. അമ്മയോട് എല്ലാവരും പറഞ്ഞത് ഇന്ത്യ മുഴുവൻ കടുവയാണ്, അതുപോലെ പാമ്പുകളും അസുഖങ്ങളും ഒക്കെ ആണെന്നാണ്. ഷീ ഈസ് അഫ്രൈഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. അമ്മയ്ക്കൊരു പേടിയായി, ബ്രദറിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള പേടി. ഈസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്? ആണോ സർ, ശരിയാണോ? ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ ടൈഗറും ഫീവറും അതുപോലെ പാമ്പും ഒക്കെ ആണോ? നോ, ഐ സ്മൈൽഡ്. ഞാൻ ചിരിച്ചുകൊണ്ട് നോ പറയുന്നു. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദെയർ ഇഫ് ഇറ്റ് വെയർ? ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ആൾക്കാരെങ്ങനെയാണ് അവിടെ താമസിക്കുക? ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. അവൾക്ക് ഒരു ആശ്വാസം, എന്താണ് ആശ്വാസം. മദർ സേസ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ. അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ട്? നീ ഒരു ഇന്ത്യനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞു. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രിറ്റി. എന്താണ്, അവൾ ഫുൾ ഒരു ആകാംക്ഷയോടുകൂടി എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്. എനിക്ക് മനസ്സിലായി അവൾക്ക് എന്താണ് തോന്നുന്നത്. ഷീ വോണ്ടഡ് മീ ടു സീ ഹെർ മദർ, ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു അക്കംപനി ഹെർ ഹോം. അവൾക്ക് ആഗ്രഹമുണ്ട് എന്നോട് വീട്ടിൽ വന്ന് അമ്മയൊന്ന് കണ്ട് കാര്യങ്ങൾ പറയാൻ. അവൾ എന്നോട് പറയണമെന്ന് നമുക്കുണ്ട്, പക്ഷേ എനിക്കെന്ത് തോന്നും അല്ലെങ്കിൽ ഞാൻ എന്ത് കരുതും എന്ന് കരുതി എന്നോട് പറയാൻ അവൾക്ക് എന്തില്ല, അത്രയ്ക്കൊരു ധൈര്യം ഇല്ല. ആ കീൻ ഡിസയർ ടു മീറ്റ് ദിസ് പുവർ ആങ്ഷ്യസ് മദർ ടുക്ക് ഹോൾഡ് ഓഫ് മീ. എന്താ, എനിക്കൊരു ആഗ്രഹം, ഇത്രയും ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ഈ പാവപ്പെട്ട അമ്മയെ ഒന്ന് പോയി കാണണ്ടേ. ഐ ഹാഡ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ആൻ ഇംപോവറിഷ്ഡ് ഇംഗ്ലീഷ് ഹോം.
എനിക്കിതുവരെ ഒരു ഈ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിലും താഴെ ഉള്ള ഒരു ഇംഗ്ലീഷ് ഹോം പോയി കാണാനുള്ളൊരു അവസരം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഐ വിഷ് ടു സീ ഹൗ ദ പുവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി ടു നോ വാട്ട് ദേ തിങ്ക്. എനിക്കറിയണം. ഇപ്പോൾ ലണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എല്ലാം പണക്കാരാണെന്നല്ലേ, നമുക്കും അതെല്ലാം അറിയും. അപ്പോൾ അവിടുത്തെ പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കുന്നു, അവരെന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കും ഒന്ന് അറിയണം എന്നെനിക്ക് തോന്നി. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? നിനക്ക് എപ്പോഴെങ്കിലും എന്നെ നിൻ്റെ അമ്മയെ ഒന്ന് പരിചയപ്പെടുത്താമോ? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം? ഞാൻ നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ വരുന്ന നീ സമ്മതിക്കുമോ? ഐ ക്യാൻ ഗോ സം ഡേ. എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ വരണം എന്നുണ്ട്. ദ ഗേൾസ് ഐ ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. വളരെ നന്ദിയോടുകൂടി അവൻ്റെ അവളുടെ കണ്ണുകൾ തിളങ്ങുകയാണ്. താങ്ക് യു എവർ സോ മച്ച് ഷീ സെഡ്. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. വളരെ നന്ദിയാണ്, അങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് അത്രയും നന്ദിയാണ് പറയാനുള്ളത്. ക്യാൻ യു കം നൗ? ഇപ്പം വരാമോ? വിത്ത് പ്ലഷർ. വളരെ സന്തോഷത്തോടു കൂടി വരുന്നുണ്ട്. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടോ, അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ എൻ്റെ കൂടെ വന്നാൽ? നോ നോട്ട് അറ്റ് ഓൾ. ഇല്ല, അങ്ങനൊരു സംഭവമൊന്നുമില്ല. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റർലി മൈ ഓൺ. ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഫ്രീ ആണ്. ദ ഗേൾ വാസ് ഡിലൈറ്റഡ്. വി ഫിനിഷ്ഡ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗെദർ. അവൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ച് ഇറങ്ങി. ആസ് വി വോക്ക്ഡ് ഐ ആസ്ക്ഡ് ഹർ മേ നോ യുവർ നെയിം. അപ്പം ഞങ്ങൾ നടക്കുകയാണല്ലേ. അപ്പം ഞാൻ അവളോട് എന്ത് ചോദിച്ചു? നിൻ്റെ പേര് എൻ്റെ അടുത്ത് പറയാമോ? മൈ നെയിം ഈസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. എൻ്റെ പേര് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? ഷീ ആസ്ക്ഡ്. നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നോട്ട് അറ്റ് ഓൾ. പ്രശ്നമേ ഇല്ല. ഐ ആൻസേർഡ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല. നോ, ഐ വോക്ക് ഹോം എവറി ഡേ. ഞാൻ എന്നും വീട്ടിൽ നടന്നാണ് പോകാറ്. ഐ ആസ്ക്ഡ് ദ ഗേൾ ഡു യു കം ദിസ് വേ ഓഫൺ? നീ എന്നും ഈ വഴിയാണോ വരാറുള്ളത്? യെസ്, ഷീ ആൻസേർഡ്. ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ്. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. ഞാനിവിടെ അടുത്തുള്ള സിവിൽ സർവീസ് സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എല്ലാ ഉച്ചയ്ക്കും ഇതുവഴിയാണ് വരുന്നത്. ടുഡേ ഈസ് സാറ്റർഡേ, സോ ഐ ആം ഓഫ് ഏർലി. ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് എനിക്ക് നേരത്തെ ഞാൻ ഫ്രീ ആയി. ഷോൾ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലിസ്? നിന്നെ ഞാൻ എന്ത് വിളിക്കണോ? ക്ലിഫോർഡ് എന്ന് വിളിക്കണോ, ആലിസ് മിസ് ക്ലിഫോർഡ് എന്ന് വിളിക്കണോ, ആലിസ് എന്ന് വിളിക്കണോ? ഐ ആം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. ഞാൻ ഗ്രോൺ അപ്പ് ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. താങ്കൾക്ക് എന്താണോ എന്നെ വിളിക്കാൻ ഇഷ്ടം അങ്ങനെ വിളിക്കാം. ഐ ആം യൂഷ്വലി കോൾഡ് മാഗി. എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നത് മാഗി എന്നാണ്. ഷീ ലവ്ഡ്. ചിരിക്കുന്നു. ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരണമെന്ന് ഭയങ്കര പെട്ടെന്ന് വളരണം എന്നൊക്കെ ഉണ്ടോ? യെസ്, ടെൽ മീ വൈ. എന്തുകൊണ്ടാണ്? when I grow up I shall be paid for more my work. My mother is old. എനിക്ക് ഞാൻ ഗ്രോൺ അപ്പ് ആയാൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ശമ്പളം കിട്ടും. എൻ്റെ അമ്മ വളരെ വയസ്സായ സ്ത്രീയല്ലേ, അപ്പോൾ കൂടുതൽ പൈസ കിട്ടും. അമ്മയ്ക്ക് ജോലി ചെയ്യേണ്ടി വരില്ല. ഈസ് ദ വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്? നീ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണോ? നോ, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. അത് ഭയങ്കര യാന്ത്രികമായൊരു ജോലിയാണ്. ഐ വോണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ബ്രെയിൻ വർക്ക്. എനിക്കിഷ്ടം വളരെ എൻ്റെ ബുദ്ധിയും എൻ്റെ ബ്രെയിനും ഒക്കെ വർക്ക് ചെയ്ത് എൻ്റെ അങ്ങനത്തെ ഒരു ജോലിയാണ് എനിക്ക് താല്പര്യം. ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. ഒരു സെക്രട്ടറിയുടെ ജോലിയൊക്കെ ഇഷ്ടമാണ്. വി ക്രോസ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. ഇറ്റ് ഈസ് എ പുവർ നെയ്ബർഹുഡ്. അപ്പോൾ എത്തിച്ചേർന്ന സ്ഥലം ഓർക്കുക, ലാംബത്താണ്. അതൊരു പുവർ ആയിട്ടുള്ള ഒരു ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സെഡ്, ഐ ഷോൾ ടേക്ക് മദർ അവേ ഫ്രം ഹിയർ. ഞാനൊരു സെക്രട്ടറി ആയാൽ എൻ്റെ അമ്മ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകും. ഡിഡ് യുവർ ഫാദർ കോൾ യു മാഗി ഓർ മാഗ്സി? നിൻ്റെ അച്ഛൻ നിന്നെ വിളിക്കണത് മാഗി എന്നാണോ അതോ മാഗ്സി എന്നാണോ? വെൻ ഹി വാസ് വെരി അഫെക്ഷനേറ്റ് ഹി കോൾ മീ മാക്സി. അച്ഛൻ ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഭയങ്കരമായ സ്നേഹം കാണിക്കുമ്പോൾ അച്ഛൻ എന്താ വിളിക്കുക? മാഗ്സി എന്നാണ്. ഹൗ ഡിഡ് യു നോ? നിങ്ങൾക്കതെങ്ങനെ അറിയാം? യെസ്, ഐ ആൻസർഡ് മിസ്റ്റീരിയസ്ലി. വി ആർ ഇന്ത്യൻസ്, യു നോ. വി നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. എനിക്കിതൊക്കെ അറിയാം. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഭാവിയും അതുപോലെ കുറേ മാജിക്കും ഒക്കെ ഞങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്, ഷീ സെഡ്. ഞാനും അങ്ങനെയൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഇൻഡീഡ്, അങ്ങനെയോ? ഐ വാസ് സർപ്രൈസ്ഡ്. വാട്ട് ഹാവ് യു ഹേർഡ്? അങ്ങനെയാണോ? ഞാൻ അത്ഭുതത്തോടു കൂടി എന്താ ചോദിക്കണേ? നീ എന്തൊക്കെ കേട്ടേക്കുന്നേ? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദെയർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹു ഹാവ് ഒക്കൾട്ട് പവേഴ്സ്. ഭയങ്കര മാന്ത്രികമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള പവേഴ്സുള്ള കുറേ ഇന്ത്യക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദേ ആർ കോൾഡ് യോഗീസ്. അവരെയാണ് ഈ യോഗികളെന്ന് വിളിക്കുന്നത്. ബട്ട് യു ആർ നോട്ട് എ യോഗി. പക്ഷെ നിങ്ങളെന്തല്ല? യോഗി അല്ല.
എന്താ അതീന്ദ്രിയമായ ജ്ഞാനം അങ്ങനെയുള്ളവരാണ് യോഗികൾ. ഒക്കൾട്ട് എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമായ എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ പവറുള്ള ആൾക്കാരെ കുറേ ഇന്ത്യയിലുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ യോഗികളെന്ന് വിളിക്കും. പക്ഷേ താങ്കൾ എന്തായാലും ഒരു യോഗിയല്ല. ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി മാഗി? എന്താണ്, നിനക്ക് എങ്ങനെ അറിയാം ഞാനൊരു യോഗി അല്ലെന്ന്? യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. യോഗികൾ എന്ത് കഴിക്കില്ല? മത്സ്യമാംസമൊന്നും യോഗികൾ എന്ത് കഴിക്കില്ല? മാംസം കഴിക്കില്ല. ഈസ് ദാറ്റ് വൈ യു ആസ്ക്ഡ് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ എം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? അതുകൊണ്ടാണോ അപ്പം നീ എന്നോട് ആദ്യം ചോദിച്ചത് ഞാൻ വെജിറ്റേറിയൻ ആണോ അല്ലയോ എന്നൊക്കെ? ഷീ സ്മൈൽഡ് വിത്തൗട്ട് ആൻസറിങ്. ചിരിച്ചു, മറുപടി ഒന്നും പറഞ്ഞില്ല. We had reached a narrow doorway. Maggie took a thin latch key out of her pocket and opened the door. She entered and said, "Please come in." അപ്പം ഞങ്ങളൊരു ഇടുങ്ങിയ ഒരു വഴിയിലേക്ക് എത്തി. അവിടെ വന്ന് ഒരു ഡോറിൻ്റെ വാതിക്കലിലെത്തുന്നു. അവളൊരു കീ എടുത്ത് തുറക്കുന്നു. അതിനുശേഷം അകത്തേക്ക് കയറിയിട്ട് അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിക്കുന്നു. When I was inside, Maggie closed the door. She went to the foot of the stairs and raising her voice a little called, "Mother, where are you?" അകത്തേക്ക് കയറുന്നു. അതിനുശേഷം അവിടെ കയറിയ ഉടനെ ഡോറ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് സ്റ്റെയർസിൻ്റെ കുറച്ച് ഫൂട്ട് കയറിയതിന് ശേഷം വിളിച്ച് ചോദിക്കുകയാണ്, അമ്മ എവിടെയാണ്? "ഐ ആം ഇൻ ദ കിച്ചൺ ചൈൽഡ്, ആൻസർ കം ഫ്രം ബിലോ." അപ്പോൾ എന്താ, ദി ആൻസർ കെയിം ഫ്രം ബിലോ. ഞാനിവിടെ കിച്ചണിലാണ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് കയറി ആ നിരപ്പായിട്ടുള്ള സ്ഥലം, അവിടെയാണ് കയറി നിൽക്കുന്നത് ഇവർ, അതായത് ഹോളിൽ. അപ്പോൾ അവിടെ നിന്ന് താഴെ നിന്നാണ്, സ്ട്രീറ്റിൻ്റെ ലെവലിൽ നിന്നും താഴെ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. എന്താ, കിച്ചണിലാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ഈ പറയുന്നതെന്ന് ഇനി അങ്ങോട്ട് പറയും. എന്താണ് പറയുന്നത്? താഴേക്ക് ഇറങ്ങി വരാൻ അമ്മ പറയുന്നു. "It is necessary to explain here that London streets are above ground." ഉണ്ടാവും. അതായത് ഗ്രൗണ്ടിന് എബവ് ആയിട്ടാണ് ലണ്ടനിലെ സ്ട്രീറ്റ്സ് ഉള്ളത്. കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ. സ്ട്രീറ്റ് ലെവലിന് താഴെയായിട്ടാണ് കിച്ചൺ ഉള്ളത്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ട് കിച്ചണിലേക്ക് പോകണമെങ്കിൽ സ്റ്റെയർസ് താഴേക്ക് ഇറങ്ങണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റ്യൻലി. "ഡു യു മൈൻഡ്?" എന്താണ്, എന്നെ ഇങ്ങനെ താഴേക്ക് അടുക്കളയിലേക്ക് വരാമോ എന്ന് ചോദിക്കാൻ വയ്യ, പക്ഷേ ചോദിക്കുന്ന രീതിയിൽ ഇങ്ങനെ "ഡു യു മൈൻഡ്" എന്ന് ചോദിക്കുന്നു. "നോട്ട് ഇൻ ദ ലീസ്റ്റ്, കം ഓൺ," ഐ സെഡ്. എനിക്കൊരു പ്രശ്നമില്ല, നീ വാന്നും പറഞ്ഞ് വിളിക്കുന്നു. ടുഗെദർ വി ഡിസെൻഡഡ് ദ സ്റ്റെയർസ് ടു ദി കിച്ചൺ. ഞങ്ങളെല്ലാവരും കിച്ചണിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്നു. "മദർ," സെഡ് മാഗി ഫ്രം ദ ഡോർവേ, "ആൻ ഇന്ത്യൻ ജെന്റിൽമാൻ ഹാസ് കം ടു സീ യു." അവൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്ത് പറയുന്നു? "അമ്മേ, ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെ ഇന്ത്യൻ ജെന്റിൽമാൻ നിങ്ങളെ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്." "വെർ ഈസ് ഹീ?" ദ ഓൾഡ് വുമൺ ആസ്ക്ഡ് ഈഗർലി. എന്താണ്, ആകാംക്ഷയോടുകൂടി ചോദിക്കുക, എവിടെ, അദ്ദേഹം എവിടെ? വിത്ത് എ സ്മൈൽ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ കിച്ചൺ ബിഹൈൻഡ് മാഗി. എന്താ, ചിരിച്ചുകൊണ്ട് ഞാൻ മാഗിയുടെ തൊട്ട് പിറകെ അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് us. അവൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. "ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത, മദർ." മദറിനോട് എന്താ പറയണേ? "അമ്മ, ഇത് മിസ്റ്റർ ഗുപ്തയാണ്." ഷീ സെഡ്, "മിസ്റ്റർ ഗുപ്ത, മൈ മദർ." മിസ്റ്റർ ഗുപ്തയോട് എന്ത് പറഞ്ഞു? "ഇത് എൻ്റെ അമ്മയാണ്." "ഹൗ ഡു യു ഡു?" ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. എന്താണ്, കൈ നീട്ടിയിട്ട് എന്ത് ചോദിക്കുന്നു? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സുഖമാണോ? "എക്സ്ക്യൂസ് മീ, മൈ ഹാൻഡ്," ഷീ സെഡ്, ഹോൾഡിങ് ദം ഔട്ട് ഫോർ മീ ടു സീ. കൈ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ എടുത്തിട്ട് എന്നോട് ക്ഷമിക്കണം, എൻ്റെ കൈകൾ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ദേ വെയർ കവേർഡ് വിത്ത് ഫ്ലോർ. കയ്യിൽ മുഴുവൻ മാവായിരുന്നു, അല്ലേ, പൊടിയായിരുന്നു. "ടുഡേ ഈസ് സാറ്റർഡേ." ഇന്ന് സാറ്റർഡേ ആണ്. ഷീ എക്സ്പ്ലെയിൻ, "ഐ ആം മേക്കിംഗ് കേക്ക്സ്." ഞാൻ എന്ത് ചെയ്യുക? കേക്കുകൾ ഉണ്ടാക്കുകയാണ്. "പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്." ഇന്ന് വൈകുന്നേരം ആൾക്കാർ എൻ്റെ അടുത്ത് കേക്ക് വാങ്ങാനായിട്ട് വരും. "ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ്സ് ടു നൈറ്റ്." ഇന്ന് വൈകിട്ട് അത് ഇവിടെ സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യും. "ദിസ് ഇസ് ദ വേ വി മേക്ക് അവർ ലിവിങ്, ലോഡ്സ് ഓഫ് ട്രബിൾ." ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, വലിയ ബുദ്ധിമുട്ടിലാണ്. "സാറ്റർഡേ നൈറ്റ് ഇസ് ദ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നെയ്ബർഹുഡ്സ്." എന്താണ്, സാധാരണ ആൾക്കാരിൽ പാവപ്പെട്ടവർ ജീവിക്കുന്ന തെരുവുകളിൽ സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്നത് അവരെ ഫെസ്റ്റിവലാണ്, അവർ ആഘോഷിക്കുന്ന ദിവസമാണ്. "ഓൾ സോർട്സ് ഓഫ് തിങ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റഡ് പുഷ് കാർട്ട്സ്." പലതരത്തിലുള്ള സാധനങ്ങളും ആ ഒരു ദിവസം, ഫെസ്റ്റിവൽ ഡേ ആണ് അന്നത്തെ ദിവസം അവർക്ക്. അപ്പോൾ എന്താണ്, ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്ന് പലതരത്തിലുള്ള സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. "ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ എനി അതർ ഡേ." മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ അവിടെ കൂട്ടമായിട്ട് ഉണ്ടാകാറുണ്ട്. എന്താ സാറ്റർഡേയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? "സാറ്റർഡേ ഇസ് ദ ഡേ ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ഫോർ ദേ റിസീവ് ദെയർ വീക്ക്ലി വേജസ്." അവർക്ക് ഒരാഴ്ചത്തെ സാലറി കിട്ടുന്ന, വീക്ക്ലി വേജസ് കിട്ടുന്നത് സാറ്റർഡേ ആണ്. അതിൽ നിന്ന് ആകെപ്പാടെ കിട്ടുന്നതിൽ നിന്ന് വളരെ കുറച്ചെങ്കിലും അവർക്ക് അന്നൊരു ദിവസമേ ചിലവാക്കാൻ ഉണ്ടാകും. പിന്നീട് അവരുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കാൻ പോലും അവർക്ക് തികയില്ല. അപ്പോൾ അന്നത്തെ ദിവസമാണ് കുറച്ച് പൈസയെങ്കിലും അവർ ചിലവാക്കുന്നത്.
Ingredients for cake making: flour, sugar, fat, raisins, eggs, and so forth were set out in readiness upon the dresser. ഇനി കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് അറിയാമല്ലോ. ഫ്ലോറ്, ഷുഗർ, ഫാറ്റ്, റൈസിൻസ്. റൈസിൻ എന്ന് പറയുന്നത് ഉണക്കമുന്തിരിങ്ങയാണ്. അങ്ങനെ കുറേയേറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേക്ക് പ്രിപ്പയർ ചെയ്യുക. സെവറൽ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക്സ് ഇൻ ടിൻസ് വെയർ ഓൾസോ ദെയർ. ഇപ്പം പലതരത്തിലുള്ള ടിന്നുകളിലൊക്കെ ഉണ്ടാക്കിയ പലതരത്തിലുള്ള കേക്കുകളും അപ്പോൾ അവിടെ അന്നത്തെ ദിവസം അവിടെ അവൈലബിൾ ആണ്. സിറ്റിംഗ് ഇൻ സച്ച് എ പോർ കിച്ചൺ വിൽ നോട്ട് ബി വെരി പ്ലസൻറ്റ് ഫോർ യു, വിൽ ഇറ്റ്? എന്താണ് ഇത്രയും ദാരിദ്ര്യം പിടിച്ചല്ലെങ്കിൽ എന്താണ് മോശപ്പെട്ട ഒരു കിച്ചണിൽ ഇരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നു മിസ്സസ് ക്ലിഫോർഡ് അങ്ങനെ പറയുന്നു. ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്. മാഗി, ടേക്ക് ഹിം ഇൻ ടു ദി സിറ്റിംഗ് റൂം, ഐ വിൽ കം ഇൻ എ മിനിറ്റ്. എന്താ, എൻ്റെ ജോലി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, മോളെ നീ അദ്ദേഹത്തെ സിറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തു, ഞാനിപ്പോൾ തന്നെ വരാം. No, I protested. I can sit here well enough. The cakes you make are nice ones, I must say. എന്താണ്, ഇല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല, പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കുകളൊക്കെ നന്നായിട്ടുണ്ട്. മിസ്സസ് ക്ലിഫോർഡ് താങ്ക്ഡ് മീ വിത്ത് എ സ്മൈൽ. അവർ നോക്കി ചിരിക്കുന്നു. വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ സർ? എന്ത് തരത്തിലുള്ള രാജ്യമാണ് ഇന്ത്യ? ആസ്ക്ഡ് മിസ്സസ് ക്ലിഫോർഡ് ആസ് ഷീ റെസ്യൂംഡ് ഹർ കുക്കിങ്ങിലേക്ക് പോയി. അവിടെ നിന്ന് വരുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഇന്ത്യ എങ്ങനത്തെ ഒരു രാജ്യമാണ് സർ എന്ന് ചോദിക്കുന്നു. എ ബ്യൂട്ടിഫുൾ കൺട്രി, വളരെ മനോഹരമായ രാജ്യമാണ്. സേഫ് ടു ലിവ് ഇൻ, ജീവിക്കാൻ സേഫ് ആണോ? സർട്ടൻലി, ബട്ട് നോട്ട് കോൾഡ് ലൈക്ക് ദിസ് കൺട്രി. ഇറ്റ് ഈസ് സംവാട്ട് ഹോട്ട്. എന്താണ്, തീർച്ചയായിട്ടും ജീവിക്കാനൊക്കെ നല്ലതാണ്, പക്ഷേ നിങ്ങളുടെ രാജ്യത്തെ പോലെ തണുപ്പല്ല, കുറച്ച് ചൂടാണ്. ആർ ഇൻ ദെയർ ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ്? അവിടെ കുറേ പാമ്പും കടുവയൊക്കെ ഇല്ലേ? ഡോണ്ട് ദേ കിൽ പീപ്പിൾ? അത് ആൾക്കാരെയൊക്കെ കൊല്ലില്ലേ? ഡോണ്ട് ബിലീവ് ദാറ്റ് ഐ ലവ്ഡ്. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് കീപ്പ് ഇൻ ടു ജംഗിൾസ്. എന്താണ്, അതൊന്നും വിശ്വസിക്കണ്ട, ഈ പാമ്പും കടുവയൊക്കെ കാട്ടിലാണുള്ളത്. ദേ ഗെറ്റ് കിൽഡ് ദംസെൽസ് ഇഫ് ദേ കം ടു ക്ലോസ് ടു പ്ലേസസ് വെയർ പീപ്പിൾ ലിവ്. എന്താണ്, അവരവിടെ വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇഫ് ദേ കം ടു ക്ലോസ് ടു പ്ലേസസ് വെയർ പീപ്പിൾ ലിവ്, ജനങ്ങൾ ജീവിക്കുന്നതിന് അടുത്തേക്ക് അവർ വന്നാൽ അവരെയാണ് കൊല്ലുക. ആൻഡ് ഫീവേഴ്സ്, അസുഖങ്ങളോ? ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ ദർ ഇസ് മോർ ഫീവർ ദാൻ ഇൻ അതേഴ്സ്. ഇന്ത്യയുടെ ചില സ്ഥലങ്ങളിൽ എന്താണ്, ഭയങ്കരമായ അസുഖമുണ്ട്, മറ്റുള്ള സ്ഥലത്തേക്കാൾ കൂടുതൽ അസുഖമുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇറ്റ് ഈസ് നൈദർ ദ സെയിം എവ്രിവെയർ നോർ ദ സെയിം ഓൾ ദ ഇയർ അറൗണ്ട്. എന്താണ്, എല്ലായിടത്തും ഒരുപോലെ അല്ല, അതുപോലെ തന്നെ ഒരിടത്ത് ഉള്ള സ്ഥലത്ത് വർഷത്തിൽ മുഴുവനും അങ്ങനെയും ആയിരിക്കില്ല. മനസ്സിലായി? ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അസുഖം ഉണ്ടെന്നല്ല, ചില ഭാഗത്തുണ്ട്, അതും അങ്ങ് ഒരു വർഷം മൊത്തം ഒന്നും നിൽക്കില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുള്ളൂ. മൈ സൺ ഈസ് ഇൻ പഞ്ചാബ്, ഹീസ് എ സോൾജിയർ. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഇസ് ദ പഞ്ചാബ്? എൻ്റെ മകൻ പഞ്ചാബിലാണ്, അവൻ എന്താണ്, സോൾജിയറാണ്. പഞ്ചാബ് എങ്ങനത്തെ സ്ഥലമാണ്? ദ പഞ്ചാബ് ഈസ് എ ഫൈൻ പ്ലേസ്. പഞ്ചാബ് നല്ല സ്ഥലമാണ്. ദർ ഇസ് ലിറ്റിൽ ഫീവർ ദെയർ. അവിടെ അസുഖങ്ങളൊക്കെ കുറവാണ്. ഇറ്റ് ഈസ് വെരി ഹെൽത്തി ആയിട്ടുള്ള സ്ഥലമാണ്. ഐ എം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്, മിസ്സസ് ക്ലിഫോർഡ് സെഡ്. എന്താണ്, കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഹെർ ബേക്കിംഗ് വാസ് ഫിനിഷ്ഡ്. അവർ കുക്ക് ചെയ്തത് കഴിഞ്ഞു. മാഗി, ഷീ സെഡ്, ടേക്ക് മിസ്റ്റർ ഗുപ്ത അപ്സ്റ്റേഴ്സ്. അപ്പോൾ മാഗി അദ്ദേഹത്തെ മുകളിലേക്ക് കൊണ്ടുപോകുക. ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ. ഞാൻ കൈ കഴുകിയിട്ട് ചായ കൊണ്ടുവരാം. മാഗി ഷോഡ് ദ വേ ടു ദെയർ സിറ്റിംഗ് റൂം ആൻഡ് ഐ ഫോളോ. അപ്പം മാഗി മുകളിലേക്ക് കയറി സിറ്റിംഗ് റൂമിലേക്കുള്ള വഴി കാണിക്കുന്നു, ഞാൻ അവരുടെ പിറകെ പോകുന്നു. ദ ഫർണിച്ചർ വാസ് ചീപ്പ് ആൻഡ് ദെയർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. വളരെ കുറഞ്ഞ ഫർണിച്ചറേ ഉള്ളൂ, അതും ഒരുപാടൊന്നും ഇല്ല. ദ കാർപ്പറ്റ് വാസ് ഓൾ ടോൺ ഇൻ പ്ലേസ്. കാർപ്പറ്റൊക്കെ പഴകിയതാണ്, അവിടെ ഇവിടെയൊക്കെ കീറിയതുമാണ്. ബട്ട് എവറിത്തിങ് വാസ് എക്സ്ട്രീംലി ക്ലീൻ. പക്ഷെ എല്ലാം വളരെ നീറ്റും ക്ലീനുമായിരുന്നു. മാഗി ഡ്രൂ ദ കർട്ടൻസ് ബാക്ക് ആൻഡ് ഓപ്പൺ ദി വിൻഡോസ്. മാഗി കർട്ടനൊക്കെ മാറ്റിയിട്ട് ജനൽ തുറക്കുന്നു. ദെയർ വാസ് എ ഗ്ലാസ് ബുക്ക് കേസ്. എന്നാണ്, ബുക്കിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഐ സ്റ്റൂഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഞാൻ അതിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. മിസ്സസ് ക്ലിഫോർഡ് കെയിം ഇൻ ക്യാരിങ് ദി ടീ ട്രേ a few minutes later. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ മിസ്സസ് ക്ലിഫോർഡ് കയറി വരുന്നു. എന്താണ്, ചായ കൊണ്ടുവന്ന ട്രേയുമായിട്ട് കയറി വരുന്നു. ഓൾ ട്രേസ് ഓഫ് ദ കിച്ചൺ ഹാഡ് വാനിഷ്ഡ് ഫ്രം ഹർ പേഴ്സൺ. എന്താ, കിച്ചണിൽ അവർ ജോലി ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ അടയാളമൊന്നും ഇപ്പോൾ അവർ ദേഹത്ത് ഇല്ല. As we drank tea, I talked about India. Mrs. Clifford showed me a photograph of her son. അപ്പം ഞങ്ങൾ ഇന്ത്യയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചായ കുടിക്കുമ്പോൾ. അതുപോലെ അവരെന്ത് കാണിക്കുന്നു, അവരുടെ മകൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എന്നെ കാണിക്കുന്നു. ഇറ്റ് ഹാഡ് ബീൻ ടേക്കൺ ബിഫോർ ഹി ലെഫ്റ്റ്. അവൻ പോകുന്നതിന് മുമ്പ് എടുത്തതാണ്. ഹിസ് നെയിം വാസ് ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക്. ഫ്രാൻസിസ് എന്നോ ഫ്രാങ്ക് എന്നൊക്കെയാണ് പേര്. മാഗി ബ്രോട്ട് ഔട്ട് എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഹി ഹാഡ് സെൻഡ് ഫോർ ഹെർ ബർത്ത്ഡേ. മാഗിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബ്രദർ അയച്ചു തന്ന കുറേ
ഫോട്ടോസ് അവൾ എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ദെയർ വെയർ മെനി പിക്ചേഴ്സ് ഓഫ് സിംല ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടൻസ് കൺട്രി. സിംലയുടെ പിക്ചറുണ്ട്, അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള മൗണ്ടൻ കൺട്രികളുടെയൊക്കെ പിക്ചേഴ്സ് ഉണ്ട്. ഓൺ ദ ഇൻസൈഡ് പേജ് വാസ് റിട്ടൺ ടു മാഗി ഓൺ ഹെർ ബർത്ത്ഡേ ഫ്രം ഹർ ലവിങ് ബ്രദർ ഫ്രാങ്ക്. അതിനകത്ത് എന്ത് എഴുതിയിട്ടുണ്ട്? ഇത് മാഗിക്ക് ടു മാഗി അയച്ചിരിക്കുന്നത് ബ്രദറാണ് വിത്ത് ലോട്ട് ഓഫ് ലവ് എന്നുള്ള രീതിയിൽ അയക്കുന്നുണ്ട്. മാഗി സെഡ് മിസ്സസ് ക്ലിഫോർഡ് ഷോ മിസ്റ്റർ ഗുപ്ത ദി റിംഗ്. മാഗി നീ അദ്ദേഹത്തിന് മോതിരം കാണിക്കൂ. ആസ് യുവർ ബ്രദർ സെൻഡ് യുവർ റിംഗ് ഐ ആസ്ക്ഡ് ഹർ ലെറ്റ് മീ സീ വാട്ട് കൈൻഡ് ഓഫ് എ റിംഗ് ഇറ്റ് ഈസ്. നിനക്ക് നിന്റെ ബ്രദർ റിംഗ് ഒക്കെ അയച്ചു തന്നോ, ഒന്ന് കാണിക്കൂ, ഏത് തരത്തിലുള്ള മോതിരമാണ് നോക്കട്ടെ. ഇറ്റ് ഈസ് എ മാജിക് റിംഗ് മാഗി എക്സ്പ്ലൈൻഡ്. ഇതൊരു മാജിക് റിംഗ് ആണ് എന്ന് പറയുന്നു. എ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്. ഒരു യോഗിയാണ് ഇത് അവന് കൊടുത്തത്. ഷീ ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്ക്ഡ് ക്യാൻ യു സീ ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഇൻ ഇറ്റ്. അതെനിക്ക് തന്നിട്ട് എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഐ ഹാഡ് ഹേർഡ് എ ലോട്ട് ഓഫ് ക്രിസ്റ്റൽ ഗേസിങ്. A crystal was set in the ring. I took it up and examined it. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ ഇതിലേക്ക് ഈ ക്രിസ്റ്റൽ ആയിട്ടുള്ള കല്ലിലേക്ക് നോക്കുന്നത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഞാനത് വാങ്ങിയിട്ട് അതിലേക്ക് നോക്കി. When Frank sent the ring, Mrs. Clifford said, he wrote that if you concentrate on a distant person as you gaze into it, you will be able to see him and what he is doing. എന്താണ്? നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ദൂരെയുള്ള ആരെങ്കിലും പറ്റി ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് അവരെ പറ്റി ചിന്തിച്ചുകൊണ്ട് നോക്കിയാൽ അവരെവിടെയാണ് എന്താ ചെയ്യുന്നതെന്നൊക്കെ ആ ഒരു കല്ലിലൂടെ കാണാൻ പറ്റുമെന്നാണ് അവൻ പറഞ്ഞത്. ദിസ് ഈസ് വാട്ട് ദ യോഗി ടോൾഡ് ഫ്രാങ്ക്. ഫ്രാങ്കിനോട് യോഗി അങ്ങനെ പറഞ്ഞു. മാഗി ആൻഡ് ഐ ഹാവ് കോൺസെൻട്രേറ്റഡ് അപ്പോൺ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ബിക്കോസ് വി ഹാവ് നോട്ട് ഹാഡ് എനി ന്യൂസ് ഓഫ് ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. എന്താണ്? അവരുടെ മകൻ ഫ്രാങ്കിനെ പറ്റി കുറേ നാളായിട്ട് ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് അവൻ എവിടെയാ, അവൻ എന്ത് ചെയ്യാന്നറിയാനായിട്ട് ഞങ്ങൾ കുറേ അതിലേക്ക് നോക്കി. ബട്ട് വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സീ എനിത്തിങ്. പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചില്ല. വൈ ഡോണ്ട് യു ട്രൈ? യു ആർ എ ഹിന്ദു, യു മേ ബി ഏബിൾ ടു ഡു ഇറ്റ്. നിങ്ങളെന്താണ് തിരിച്ചു കൊടുത്തില്ലേ? അപ്പം നിങ്ങളെന്താണ് അത് നോക്കാതിരുന്നത്? നിങ്ങളൊരു ഹിന്ദു അല്ലേ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കും. I realized that superstition was not confined to India. I did not have the heart to tell that the mother and daughter that the ring was nothing much brass with a piece of ordinary glass stuck into it. എന്താണ് ഈ സൂപ്പർസ്റ്റിഷൻ ഒക്കെ ഇല്ലേ? അങ്ങനെ എന്താണ് ഈ അന്ധവിശ്വാസം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എന്താണ് ഈ അമ്മയോടും മകളോടും ഒക്കെ എന്ത് പറയണം എന്നുണ്ട്? ഇതൊക്കെ ചുമ്മാതെയാണ്, അന്ധവിശ്വാസമാണ്. ഇത് വെറുതെ ഒരു ബ്രാസിനകത്ത് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ ഇതിലൊന്നും ഒന്നുമില്ല എന്ന് അവരോട് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ മനസ്സതിന് അനുവദിക്കുന്നില്ല. ദേ ബിലീവ്ഡ് ദെയർ ഫ്രാങ്ക് ഹാഡ് സെൻഡ് ഹിം എ ന്യൂ ആൻഡ് മിറക്കുലസ് തിങ് ഫ്രം എ ഡിസ്റ്റന്റ് ലാൻഡ്, എ ഡ്രീം ഇന്ത്യ. എന്താ അവരെ വിശ്വാസം? എന്താ അവരെ മകൻ അവർക്ക് വേണ്ടി വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം അയച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള ചിന്തയില്ലേ അവർക്ക്? ഹൗ കുഡ് ഐ ഷാറ്റർ ദിയർ ഫെയ്ത്ത്? ഞാൻ എങ്ങനെയാണ് അവരുടെ ആ ഒരു വിശ്വാസം തകർത്ത് കളയേണ്ടുന്നത്? Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. അപ്പോൾ അവരുടെ നിർബന്ധമല്ലേ, അപ്പം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി അതിലേക്ക് കുറേ സമയം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഐ കൻ നോട്ട് സീ എനിത്തിങ്, ഐ എക്സ്ക്ലെയിംഡ് അറ്റ് ലാസ്റ്റ് ഗിവിങ് അപ്പ്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു. ദ മദർ ആൻഡ് ഡോട്ടർ വെർ ഡിസപ്പോയിൻറ്റഡ്. അമ്മയ്ക്കും മകൾക്കും നിരാശയാകുന്നു. ടു ചേഞ്ച് ദ സബ്ജക്റ്റ് ഐ സെഡ് ഹിയർ ഈസ് എ വയലിൻ. അപ്പോൾ സബ്ജക്റ്റ് മാറ്റണ്ടേ, അവരെ വിഷമിപ്പിച്ചിരുന്നാൽ മതിയോ? അപ്പോൾ അവരെ വിഷമം മാറ്റാൻ വേണ്ടി എന്ത് പറയുന്നു? ഇവിടെ ഒരു വയലിൻ ഉണ്ടല്ലോ. ഇറ്റ് ഈസ് യുവേഴ്സ് ഈസൻറ്റ് ഇറ്റ്? ഇത് നിൻ്റെയാണ് അല്ലേ മാഗി എന്ന് ചോദിക്കുന്നു. യെസ് മിസ്സസ് ക്ലിഫോർഡ് ആൻസേർഡ്. മിസ്സസ് ക്ലിഫോർഡ് പറയുന്നു അതെ. മാഗി പ്ലേസ് ക്വൈറ്റ് വെൽ. മാഗി നന്നായിട്ട് വയലിൻ വായിക്കും. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ എസ്. മാഗി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചേ. ഓ മദർ. മാഗി ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ പ്രൊട്ടസ്റ്റ്. എന്താ എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നു. മാഗി ഐ പ്ലീഡഡ് പ്ലീസ് പ്ലേ സംതിങ്. ഐ ആം വെരി ഫോണ്ട് ഓഫ് വയലിൻ. ഐ ഹാവ് എ സിസ്റ്റർ അറ്റ് ഹോം അബൌട്ട് യുവർ ഏജ്. ഷീ യൂസ്ഡ് ടു പ്ലേ ഫോർ മീ. അപ്പം ഞാൻ എന്താ പറയുന്നത്? മാഗി എനിക്ക് വേണ്ടി നീ ഒന്ന് വായിക്കണം, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വീട്ടിൽ നിൻ്റെ പ്രായത്തിൽ ഒരു സിസ്റ്റർ ഉണ്ട്, അവൾ ഇതെനിക്ക് വായിച്ചു തരാറുണ്ട്. ദ വേ ഐ പ്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ വർത്ത് ലിസൺ ടു. മാഗി എന്താണ് ഞാൻ വായിക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ ചിലപ്പോൾ തോന്നില്ലായിരിക്കും,
My entreaties at last persuaded her to play. ഞാൻ ഒരുപാട് പ്രാവശ്യം അവളോട് ഇങ്ങനെ പറഞ്ഞ് അവസാനം അവൾ വായിക്കാൻ തയ്യാറായി. I don't know many pieces, she said. എനിക്ക് ഒരുപാട് നന്നായിട്ടൊന്നും അറിയില്ല. What would you like to hear? നിനക്ക് എന്താ കേൾക്കാൻ ആഗ്രഹം നിങ്ങൾക്ക്? Shall I choose something? All right. When give me your music, let me see what you have. Shall I choose something? ഞാൻ എന്തെങ്കിലും സെലക്ട് ചെയ്യട്ടെ? All right, then give me your music. ഇപ്പം എന്താ? അങ്ങനെ മതി, നിനക്ക് എന്താണോ ഇഷ്ടം നീ അത് തന്നെ എന്നെ കേൾപ്പിക്കൂ. ലെറ്റ് മീ സീ വാട്ട് യു ഹാവ്. നിനക്ക് എന്തൊക്കെ അറിയാമെന്ന് ഞാൻ നോക്കട്ടെ. മാഗി ബ്രോട്ട് ഔട്ട് ആൻ ഓൾഡ് മ്യൂസിക് കേസ് ബൗണ്ട് ഇൻ ബ്ലാക്ക് ലെതർ. I opened it. Most of the pieces were light airs like Goodbye Dolly Gray, Honeysuckle and the Bee, etc. There were a few really good, though old-fashioned ones, things like Robin Adair, Annie Laurie, The Last Rose of Summer, etc. There were several Scott songs, so I selected The Bluebell of Scotland and handed Maggie the music. Maggie played and I hummed the tune to myself. ഇനി എന്താണ്? ഒരു ബ്ലാക്ക് ലെതറിലുള്ള ഒരു ഓൾഡ് മ്യൂസിക് കേസ് മാഗി കൊണ്ടുവരുന്നു. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് എന്താ പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ പീസസ് വെയർ ലൈറ്റ് എയേഴ്സ് ലൈക്ക്. ഇനി എന്തൊക്കെയാണ് ആ കൊണ്ടുവന്നിരിക്കുന്ന മ്യൂസിക് കേസിനകത്ത് എന്തൊക്കെ മ്യൂസിക്സ് ആണ് ഉള്ളത്? അതാണ് ഈ തന്നിരിക്കുന്നത് മുഴുവൻ. എന്നിട്ട് എന്താണ്? സോ ഐ സെലക്റ്റഡ് ദി ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ്. ഞാൻ ഏത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു? ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ഹാൻഡഡ് മാഗി ദി മ്യൂസിക്. ആ മ്യൂസിക്കാണ് മാഗിക്ക് ഞാൻ കൈമാറിയത്. മാഗി പ്ലേഡ് ആൻഡ് ഐ ഹം ദ ട്യൂൺ ടു മൈസെൽഫ്. മാഗി അത് പ്ലേ ചെയ്യുന്നു, ഞാൻ അതിൻ്റെ ഈണത്തിൽ അത് മൂളിക്കൊണ്ടിരിക്കുന്നു. When the song was over, I praised her playing lavishingly as I thanked her. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾ പ്ലേ ചെയ്തതിൽ വളരെയധികം അവളോട് സന്തോഷം നന്ദിയും അറിയിക്കുന്നു. മാഗി ഹാസ് നെവർ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി, മിസ്സസ് ക്ലിഫോർഡ് സെഡ്. മാഗിക്ക് പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് മിസ്സസ് ക്ലിഫോർഡ് പറയുന്നു. ഷീ ഹാസ് ലേൺഡ് വാട്ട് ഷീ നോസ് ബൈ ഹെർസെൽഫ്. അവൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അവൾ പഠിക്കുന്നത്. If our circumstances ever improve, I shall arrange for her to have lessons. എന്തെങ്കിലും ഞങ്ങളുടെ ഈ സാഹചര്യമൊക്കെ ഒന്ന് മാറിയാൽ അവൾക്ക് പഠിക്കാൻ ഞാൻ അവസരം കൊടുക്കും. On my way back, I was filled with astonishment. The incident touched me very deeply. ഞാൻ തിരിച്ചു പോകുകയാണല്ലേ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻസ് അവിടെ നടന്നതൊക്കെ എന്നെ വളരെയധികം ടച്ച് ചെയ്തിട്ടുണ്ട്. 3 months passed. 3 മാസം കഴിഞ്ഞു. I visited Maggie and her mother several times. ഞാൻ ഒരുപാട് പ്രാവശ്യം മാഗിയും അവളുടെ അമ്മയൊക്കെ പോയി കണ്ടു. അറ്റ് ദെയർ ഹോം, അവരുടെ വീട്ടിൽ പോയി കണ്ടു. ആൻഡ് ടുക്ക് മാഗി ടു സീ ദ സൂ വൺസ്. ഒരിക്കൽ മാഗിയെ സൂവിലേക്ക് ഞാൻ കൊണ്ടുപോയി. ഷീ റോഡ് ദ എലിഫൻറ്റ് ഇന്ത്യൻ രാജ ലൈക്ക് ഓൾ ദി അതർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഹൗ ഡിലൈറ്റഡ് ഷീ വാസ്. അവളെന്താ എലിഫൻറ്റിൻ്റെ പുറത്തൊക്കെ കയറി. ഇന്ത്യൻ രാജ എന്നാണ് പേര്. മറ്റ് ഗേൾസും ബോയ്സും ഒക്കെ അതിൽ കയറുന്നുണ്ടായിരുന്നു. അപ്പം അന്നത്തെ ദിവസം അവൾ വളരെയധികം സന്തോഷവതിയായിരുന്നു. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹർ ബ്രദർ. പക്ഷേ അവളുടെ ബ്രദറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാർത്തയും ഇല്ല. ഏർജ്ഡ് ബൈ മിസ്സസ് ക്ലിഫോർഡ്, ഐ വെന്റ് ടു ഇന്ത്യ ഹൗസ് വൺ ഡേ. എന്താണ് ഇന്ത്യ ഹൗസിലേക്ക് ഞാൻ അവരുടെ നിർബന്ധത്തിൽ ഞാൻ എങ്ങോട്ട് പോയി? ഇന്ത്യ ഹൗസിലേക്ക് പോയി. ആൻഡ് മേഡ് എൻക്വയറീസ്. അവിടെ ചെന്ന് അന്വേഷണം നടത്തി. ഐ വാസ് ടോൾഡ് ദ റെജിമെൻറ്റ് ടു വിച്ച് ഫ്രാങ്ക് ബിലോങ്ഡ് വാസ് ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ. അപ്പം അതിർത്തിയിൽ, നോർത്ത് വെസ്റ്റ് അതിർത്തി ഭാഗത്ത് ഈ ഫ്രാങ്ക് ഉൾക്കൊള്ളുന്ന റെജിമെൻറ്റ്, പട്ടാളത്തിൻ്റെ ഓരോ ഗ്രൂപ്പുകളുണ്ടല്ലോ, അത് ഇപ്പോൾ നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള അതിർത്തി ഭാഗത്ത്, ഇപ്പോൾ പഞ്ചാബിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്, ഫൈറ്റിങ്ങിലാണ് എന്ന് ഞാൻ അറിഞ്ഞു. മിസ്സസ് ക്ലിഫോർഡ് ബിക്കം എക്സ്ട്രീംലി വറീഡ് വെൻ ഷീ ഹേർഡ് ഇറ്റ്. അത് കേട്ടപ്പോൾ ഈ മിസ്സസ് ക്ലിഫോർഡിന് ഭയങ്കര പേടിയായി. വൺ ഡേ ഐ റിസീവ്ഡ് എ പോസ്റ്റൽ കാർഡ് ഫ്രം മാഗി. ഷീ റോട്ട്, ഡിയർ മിസ്റ്റർ ഗുപ്ത, മൈ മദർ ഈസ് വെരി ഇൽ. അപ്പോൾ ഒരു ദിവസം എനിക്ക് മാഗിയുടെ ഒരു ലെറ്റർ കിട്ടുന്നു. അതിലെന്താ എഴുതിയിരിക്കുന്നത്? അമ്മയ്ക്ക് തീരെ സുഖമില്ല. I have not been able to go to work for a week. We shall be extremely grateful if you take the trouble to come to see us, Maggie. ഒരാഴ്ചയായിട്ട് ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല, നിങ്ങളൊന്ന് വീട്ടിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാകും എന്ന് പറയുന്നു. I had told the family with whom I lived about Maggie and her mother. ഞാൻ താമസിക്കുന്ന ആരുടെ കൂടെയാണോ അവരെടുത്ത് ഞാൻ ഈ മാഗിയും കുടുംബത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്പോക്ക് ഓഫ് ദ ലെറ്റർ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഞാൻ ലെറ്ററിനെ പറ്റിയും പറഞ്ഞു. മൈ ഹോസ്റ്റസ് സെഡ്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥ എന്ത് പറയുക? വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു.
നീ പോകുമ്പോൾ കുറച്ച് കാശും കൂടി കൊണ്ടുപോകണം. ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ഒരാഴ്ചയായിട്ട് ആ കുട്ടി ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ. ഷീ ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. അതുകൊണ്ട് അവൾക്കൊന്നും കിട്ടിക്കാണില്ല പൈസ. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ ആർ ഹാർഡ് അപ്പ്. ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. After breakfast, I took some money and set out for Lambeth. I knocked at the door. Maggie opened it. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലാംബത്ത് അവരുടെ സ്ഥലമാണ്, അങ്ങോട്ടേക്ക് ഞാൻ പോയി. എന്നിട്ട് ഡോറിൽ നോക്ക് ചെയ്തു. മാഗി വന്ന് ഡോറ് തുറക്കുന്നു. She was looking much pulled down. Her eyes were hollow and ringed. Oh, thank you, Mr. Gupta, she exclaimed when she saw me. It is so kind of you. എന്താണ്, അവളെ കണ്ടപ്പോഴേക്കും അവളുടെ നേരത്തെ അവസ്ഥ ആയിരുന്നില്ല. അവൾ വളരെ ക്ഷീണിച്ചു, അതുപോലെ ആകെ വയ്യാത്ത ഒരവസ്ഥ. പക്ഷെ അവൾ അദ്ദേഹത്തിനോട് വളരെയധികം സന്തോഷം അറിയിക്കുന്നു. എന്നിട്ട് എന്താണ്, ഹൗ ഈസ് യുവർ മദർ മാഗി, ഐ ആസ്ക്ഡ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. അമ്മ ഉറങ്ങുകയാണ്. ഹർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. അമ്മയുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ് ബൈ ഹർ ആങ്സൈറ്റി ഓവർ ഫ്രാങ്ക്. അമ്മ ബദറിനെ പറ്റി ഓർത്ത് ചിന്തിക്കുന്നതാണ് അമ്മയുടെ അസുഖം ഇങ്ങനെ കൂടാൻ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം യെറ്റ്. ഇതുവരെയും ഒരു വിവരവും ബദറിനെ പറ്റി കിട്ടിയിട്ടില്ല. ഷീ മെ നോട്ട് ലിവ്. അമ്മ മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ ജീവിക്കില്ല. ഐ ട്രൈ ടു കൺസോൾ മാഗി. ഞാൻ മാഗിയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ് കർച്ചീഫ്. അവളുടെ കണ്ണുനീരൊക്കെ ഞാൻ എൻ്റെ കർച്ചീഫ് ചൊപ്പി. മാഗി കൺട്രോൾഡ് ഹെർ സെൽഫ് വിത്ത് ആൻ എഫേർട്ട് ആൻഡ് സെഡ്. അവൾ വളരെ കഷ്ടപ്പെട്ട് അവൾ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്, കരയാതെ. ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് ഓഫ് യു മിസ്റ്റർ ഗുപ്ത. എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. വാട്ട് ഈസ് ഇറ്റ് മാഗി? എന്താണ് എന്ന് ചോദിക്കുന്നു. കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു, ഷീ ആൻസർ. നിങ്ങൾ സിറ്റിംഗ് റൂമിൽ വന്നിരിക്കും, ഞാൻ പറയാം. We tiptoed carefully into the sitting room lest the sound of our footsteps should disturb the sick woman. ഞങ്ങൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പെയ്യാണ് അങ്ങോട്ട് കയറിയതില്ലെങ്കിൽ ആ വയ്യാതെ കിടക്കുന്ന ആ സ്ത്രീയെ ഞങ്ങൾ ഉണർത്തില്ലേ, അതാരാണ്? മാഗിയുടെ അമ്മ. I turned when I reached the center of the room and remained standing there. What is it, Maggie? I repeated my question. അപ്പോൾ ഞാൻ അവിടേക്ക് കയറിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുകയാണ്. എന്നിട്ട് മാഗി വന്നപ്പോൾ എന്താ ചോദിക്കണേ, എന്താണെന്ന് ചോദിക്കുന്നു. മാഗി ഗേസ്ഡ് അപ്പ് ഇൻടു മൈ ഫേസ് വിത്ത് beseeching eyes. I waited. Then she covered her face with her hands and wept silently. വളരെ വിഷമത്തോടു കൂടി അല്ലെങ്കിൽ അപേക്ഷ നിറഞ്ഞ കണ്ണുകളോട് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് മുഖം കൈകൊണ്ട് കവർ ചെയ്തിട്ട് കരയുകയാണ്. ഐ വാസ് ഇൻ എ ഫിക്സ്. ഞാൻ എന്ത് വേണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്? ഈ കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം? ഹർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദ ഫ്രോണ്ടിയർ. അവളുടെ ബ്രദർ അതിർത്തിയിൽ യുദ്ധത്തിലാണ്. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് അലൈവ് ഓർ ഡെഡ്. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ദൈവത്തിനെ അറിയൂ. ഹർ മദർ വാസ് ദ ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ എർത്ത്. ഈ ഭൂമിയിൽ അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആര് മാത്രമേ ഉള്ളൂ? അവളുടെ മദർ മാത്രമേ ഉള്ളൂ. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ വാട്ട് വുഡ് ഹാപ്പൻ? അമ്മയും കൂടി നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വേർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദ ത്രെഷോൾഡ് ഓഫ് അഡോളസൻസ് ഗോ? ഈ ഒരു പ്രായത്തിലുള്ള കുട്ടി എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഒരു സംരക്ഷകരുമില്ല. ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് അവേ ഫ്രം ഹർ ഫേസ്. മാഗി ടെൽ മീ വാട്ട് യു വിഷ് ടു മീ ടു ഡു. അപ്പം ഞാൻ കൈ മാറ്റി അവളുടെ മുഖത്തുനിന്ന് അവളുടെ കൈകൾ മാറ്റിയിട്ട് എന്താ ചോദിക്കുന്നത്? മാഗി, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് നീ പറയുക. ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു ഐ ഷാൾ നോട്ട് ഹെസിറ്റേറ്റ്. എന്താണ് ഐ ഷാൾ നോട്ട് ഹെസിറ്റേറ്റ്? നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടേ? ഒരു മടിയും ഇല്ലാതെ ഞാൻ ചെയ്യാം. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്. എന്ത് പറയുന്നു? ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദ റിക്വസ്റ്റ് ഐ ആം ഗോയിങ് ടു മേക്ക്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന റിക്വസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് എനിക്ക് അറിയില്ല. പ്ലീസ് ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. പറഞ്ഞത് വളരെ തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഡു യു വിഷ് ടു ആസ്ക്? നീ എന്താണ് ചോദിക്കുന്നത്? ഓൾ ഡേ യെസ്റ്റർഡേ മൈ മദർ സെയിങ് ദാറ്റ് ഇഫ് മിസ്റ്റർ ഗുപ്ത വുഡ് കം ആൻഡ് ഗേസ് ഇൻ ടു ദി ക്രിസ്റ്റൽ he might learn something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. That is why I wrote to you. അപ്പോൾ ഇവരുടെ കയ്യിൽ ആ ഒരു റിങ് ഉണ്ടല്ലേ, അതിൽ ക്രിസ്റ്റലിൽ നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകുമെന്നല്ലേ ആ അമ്മയുടെയൊക്കെ വിശ്വാസം. അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അതിൽ നോക്കി എന്തെങ്കിലും ഒന്ന് പറയും. ഷീ മൈറ്റ് ലേൺ സംതിങ് അബൌട്ട് ഫ്രാങ്ക്. എൻ്റെ മകനെ പറ്റി എന്തെങ്കിലും അവർക്ക് മനസ്സിലാകുമെന്നൊക്കെ അമ്മ പറഞ്ഞു. മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു. അദ്ദേഹം ഒരു ഹിന്ദു അല്ലേ? ഇഫ് ഓൺലി ഹീ വുഡ് കം, ഷീ സെഡ്.
അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒന്ന് ചെയ്തേനെ എന്ന് അമ്മ പറഞ്ഞു. ദാറ്റ് ഈസ് വൈ ഐ റോട്ട് ടു യു. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലെറ്റർ എത്തിയത്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ ഗോ ആൻഡ് ബ്രിങ് മീ ദ റിംഗ് മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ നിനക്ക് ഞാനത് നോക്കണം, ഒന്നും കൂടി നോക്കണം എന്നുണ്ടെങ്കിൽ നീ അതെടുത്തിട്ട് വരൂ, ഞാൻ ഉറപ്പായും ട്രൈ ചെയ്യാം. ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം, പക്ഷേ ഇപ്പോഴും നിങ്ങളൊന്നും കണ്ടില്ലെങ്കിലോ? ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മീൻറ്റ്. ഐ വാസ് സൈലൻറ്റ്. മാഗി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ സൈലൻ്റായി നിന്നു. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റെഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ്, ഹിന്ദുക്കൾ ഒരുപാട് സത്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ് ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ്, ദാറ്റ് ഹീസ് എ ലൈ, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് എ ലൈ. എന്താണ്, നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് അമ്മയുടെ അടുത്ത് വന്ന് എന്ത് പറയുകയാണെങ്കിൽ, എൻ്റെ ബ്രദറിന് കുഴപ്പമൊന്നുമില്ല, ബ്രദർ സേഫാണ്, ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുകയാണെങ്കിലോ, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് എ ലൈ, അതൊരു കള്ളമായി മാറുമോ, അല്ലെങ്കിൽ അത് വളരെ മോശമാകുമോ? വിൽ ഇറ്റ് ബി വെരി വെരി റോങ്, അങ്ങേയറ്റം തെറ്റാകുമോ? as she spoke tears streamed from her eyes. അത് പറയുമ്പോൾ കുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകുകയായിരുന്നു. കാര്യം എന്താ, അങ്ങനെയൊന്നും പറഞ്ഞാൽ അമ്മയുടെ അസുഖം മാറില്ലേ? ഐ തോട്ട് ഇറ്റ് ഓവർ. ഐ ആം നോട്ട് വെരി വിർച്വസ്. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്, സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്. ഞാൻ അങ്ങേയറ്റം നല്ലവനൊന്നുമല്ല, ഞാനും കുറച്ച് പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ നല്ലതിന് വേണ്ടി ഞാൻ അങ്ങനെ തന്നെ പറയാൻ തീരുമാനിച്ചു. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളിൽ ഏറ്റവും ചെറുതായിരിക്കും. പ്ലീസ് മാഗി ഡോണ്ട് ക്രൈ, വെർ ഇസ് ദ റിംഗ്. എന്താണ്, നീ കരയണ്ട, ആ റിംഗ് എവിടെ? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ് ദിസ് ടൈം. ഇപ്രാവശ്യം ഞാനതിൽ നല്ലോണം ഒന്ന് നോക്കാം. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ് ഐ ഷാൾ ഡു അസ് യു സജസ്റ്റ്. ഞാൻ ഒന്നും കണ്ടില്ലെങ്കിൽ ഞാൻ നീ പറഞ്ഞതുപോലെ ചെയ്യാം. ഗോഡ് വിൽ ഫോർഗിവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്. ഞാനത് പറഞ്ഞത് കള്ളമാണെങ്കിൽ ഈശ്വരൻ എന്നോട് പൊറുക്കട്ടെ. മാഗി ബ്രോട്ട് മീ ദ റിംഗ്. മാഗി മോതിരം കൊണ്ടുവരുന്നു. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെഡ്, സീ ഇഫ് യുവർ മദർ ഈസ് അവേക്ക്. എന്താണ്, അമ്മ എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് നോക്കൂ. 15 minutes passed before Maggie came back. Mother is awake, she said. I had told her you are here. 15 മിനിറ്റ് കഴിഞ്ഞു. അവൾ വന്ന് എന്ത് പറയുന്നു? അമ്മ ഉണർന്നിട്ടുണ്ട്, നിങ്ങൾ വന്നു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. മേ ഐ സീ ഹർ നൗ? ഞാൻ പോയി കണ്ടോട്ടെ? പ്ലീസ് കം, കയറി വരൂ. ഐ അപ്രോച്ച് ദ മദേഴ്സ് bedside. The ring was in my hand. Wishing her a good morning, I said. അപ്പം ഞാൻ അമ്മയുടെ ബെഡിൻ്റെ അടുത്തേക്ക് പോയി. കയ്യിൽ എന്തുണ്ടായിരുന്നു? റിങ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്താണ്, മിസ്സസ് ക്ലിഫോർഡ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. യുവർ സൺ ഈസ് അലൈവ്, ഹീ ഈസ് വെൽ. നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. ദ ഓൾഡ് വുമൻ റേസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോയിൽ നിന്ന് തലയൊന്ന് ഉയർത്തി നോക്കി. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ, ഷീ ആസ്ക്ഡ്. നിങ്ങളത് ആ ക്രിസ്റ്റലിൽ കണ്ടതാണോ എന്ന് ചോദിക്കുന്നു. യെസ് മിസ്സസ് ക്ലിഫോർഡ്, ഐ ആൻസേർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ഐ ഹാവ് സീൻ ഇറ്റ്. ഒരു ഹെസിറ്റേഷനുമില്ല, ഒരു മടിയുമില്ലാതെ എന്ത് പറഞ്ഞു? ഞാൻ അതിൽ അങ്ങനെ കണ്ടു എന്ന് പറയുന്നു. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്. ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്. ഷി വിസ്പേർഡ് ഫെയിൻലി, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ എന്താ, അവിടെ നിന്ന് അവരിപ്പോൾ എന്തായി? സന്തോഷവതിയായി, സന്തോഷമായിട്ട് കണ്ണുനീരൊഴുകി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. മിസ്സസ് ക്ലിഫോർഡ് റിക്കവേർഡ്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. ഇനി അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് പോകാൻ സമയമായി. ഐ വിഷ് ടു ഗോ ടു ലാംബർഗ് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹെർ മദർ. അപ്പം ഞാൻ പോയിട്ട് മാഗിയോടും മദറിനോടും ഗുഡ് ബൈ പറയാൻ ലാംബർത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദി ഫ്രോണ്ടിയർ. പക്ഷേ അവർ കരയുകയെന്ന്, അവർ വിഷമത്തിലിരിക്കുന്ന സമയമാണ്. കാര്യം എന്താ, അവരുടെ മകൻ ആ ഒരു യുദ്ധത്തിൽ മരിക്കുന്നു. A month ago, Maggie had sent me a card with a black border. I calculated from the date and found that Frank had been dead some days. When I told his mother he was alive and well. ഞാൻ അവരമ്മയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, എന്താ, നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ മകൻ മരിച്ചിരുന്നു. അപ്പോൾ ഒരു ലെറ്റർ ആരുടെ കയ്യിൽ നിന്നും ഗുപ്തയ്ക്ക് കിട്ടുന്നു? മാഗിയുടെ കയ്യിൽ നിന്നും ബ്ലാക്ക് ബോർഡർ വെച്ചിട്ടൊരു ലെറ്റർ കിട്ടുന്നുണ്ട്. ഐ ഫെൽറ്റ് അഷാംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ്. എനിക്ക് മിസ്സസ് ക്ലിഫോർഡിനെ പോയി കാണാൻ നാണക്കേട്. കാര്യം മരിച്ചതിന് ശേഷമല്ലേ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞത്. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദം അനൗൺസിങ് മൈ ഡിപ്പാർച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. ഞാൻ അതുകൊണ്ട് നേരിട്ട് പോയില്ല, ഒരു ലെറ്റർ മാത്രം അയച്ചു, ഞാൻ പോവുകയാണ് എന്ന് ഉള്ള ലെറ്ററും ഒരു ഗുഡ് ബൈയും അയച്ചു. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡോൺഡ്.
എനിക്ക് ലണ്ടനിലെ അവസാനത്തെ ദിവസം, അന്നത്തെ ദിവസം രാവിലെ ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്, രാത്രിക്ക് മുമ്പ് എനിക്ക് പോകണം. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദ ഫാമിലി ദെയർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. അപ്പം ഞാൻ താമസിക്കുന്ന വീട്ടുകാരോടൊപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആ ഡോറിൽ ആരോ വന്ന് മുട്ടുന്നു. എ മിനിറ്റ് ഓർ ടു ലേറ്റർ ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്, പ്ലീസ് മിസ്റ്റർ ഗുപ്ത, മിസ്സസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ. അപ്പോൾ എന്താ 1-2 മിനിറ്റിനകത്ത് ആ വീട്ടിലെ മെയ്ഡ് കയറി വന്നു. എന്നിട്ട് എന്താ പറയുന്നത്, മിസ്റ്റർ ഗുപ്ത, മിസ്സസ് ക്ലിഫോർഡ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞില്ല. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ, മാഗി എന്തിനു വന്നതാ ഗുഡ് ബൈ പറയാൻ. ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ, ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ ടേബിൾ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിയാതെ എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാനത് കഴിച്ചിട്ട് എഴുന്നേറ്റിട്ടൊക്കെ ചെല്ലുമ്പോൾ അവൾ ഓഫീസിൽ പോകാൻ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ അവരോട് അനുവാദം വാങ്ങിയിട്ട് അവിടെ നിന്നും എഴുന്നേൽക്കുന്നു. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹോൾ, ഷീ വാസ് വെയറിങ് ബ്ലാക്ക്. മാഗി ആ ഹോളിൽ നിൽക്കുന്നു, അവൾ ഏത് വേഷം ഇട്ടിരിക്കുന്നു, കറുപ്പ്. ഐ ടുക്ക് ഹെർ ഇൻ ടു ദി അഡ്ജോണിങ് ലൈബ്രറി ആൻഡ് മെയ്ഡ് ഹെർ സിറ്റ് ഡൗൺ. ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോയി ലൈബ്രറിയുടെ ആ ഭാഗത്തേക്ക് ഇരുത്തുന്നു. ആർ യു ലിവിങ് ടുഡേ, ഷീ ആസ്ക്ഡ്. നിങ്ങൾ ഇന്ന് പോവുകയാണോ? യെസ് മാഗി, ടുഡേ ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ. അപ്പോൾ എനിക്ക് പോകേണ്ടുന്ന അവസാന ദിവസമാണിന്ന്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി? എത്ര ദിവസം എടുക്കും നിങ്ങളുടെ നാട്ടിലെത്താൻ? എ ലിറ്റിൽ മോർ ദാൻ 2 weeks, 2 ആഴ്ച കൂടുതൽ എടുക്കും. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലിവ്? നിങ്ങൾ ഏത് ഭാഗത്താണ് ജീവിക്കുന്നത്? ഐ ഹാവ് എൻറ്റേർഡ് ദി പഞ്ചാബ് സിവിൽ സർവീസ്, ഐ ഷോൾ നോട്ട് നോ എക്സാക്ട്ലി വെയർ ഐ ആം പോസ്റ്റഡ് അണ്ടിൽ ഐ അറൈവ്. ഞാൻ പഞ്ചാബ് സിവിൽ സർവീസിലാണ്, പക്ഷേ കറക്റ്റായിട്ട് എന്നെ എവിടെയാണ് അവർ പോസ്റ്റ് ചെയ്യുന്നതെന്ന് അവിടെ എത്തിയതിന് ശേഷമേ എനിക്ക് മനസ്സിലാകൂ. ഈസ് ദ ഫ്രോണ്ടിയർ വെരി ഫോർ ഫ്രം ദെയർ? എന്താണ് അതിൻ്റെ ആ ഫ്രോണ്ടിയർ, ആ യുദ്ധം നടന്ന ഭാഗമല്ലേ ബ്രദറിൻ്റെ, അപ്പം അത് അവിടെ നിന്നും ഒരുപാട് ദൂരെയാണോ? നോ, നോട്ട് വെരി, ഒരുപാട് ദൂരെ അല്ല. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺറോ നിയർ ഡെറാ ഖാസി ഖാൻ. ദ ഗേൾസ് ഐസ് വെയർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് as she spoke. അപ്പോൾ അവരുടെ ബ്രദറിനെ അടക്കിയിരിക്കുന്നത് ഫോർട്ട് മൺറോയിലാണ്, ഡെറാ ഖാസി ഖാനിനടുത്താണ്. അത് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ കണ്ണ് നിറയുന്നു. When I go to that part of the country, I shall visit your brother's grave and write to you. ഞാൻ അവിടെ എപ്പോൾ എത്തിച്ചേർന്നാലും, ആ ഭാഗത്തേക്ക് എത്തിച്ചേർന്നാലും നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിലെത്തി നിനക്ക് വേണ്ടി എന്തെങ്കിലും കുറിക്കാം. It won't be troublesome for you or inconvenient, മാഗി asked. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിക്കുന്നു. വൈ ഷുഡ് ഇറ്റ് ബി? എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഡെറാ ഖാസി ഖാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം വെയർ ഐ ഷോൾ ബി. ഇപ്പം ഡെറാ ഖാസി ഖാൻ എന്ന് പറയുന്നത് ഞാൻ ഉള്ള സ്ഥലത്തിൽ നിന്നും വളരെ ദൂരത്തൊന്നുമല്ല. ഇറ്റ് വിൽ സർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദെയർ സം ഡേ. എന്തെങ്കിലും അവിടെ പോകാൻ എന്നെ കൊണ്ട് സാധിക്കും. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു എബൌട്ട് ഇറ്റ്. ഞാനവിടെ പോയിട്ട് നിനക്കതിനെപ്പറ്റി എഴുതി അറിയിക്കാം. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. മാഗിയുടെ മുഖം നന്ദി കൊണ്ട് നിറയുന്നു. ഷീ താങ്ക്ഡ് മീ, ഹെർ വോയിസ് ചോക്ഡ്. നന്ദി പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നു. ഷീ ടൂക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് ദി പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഷില്ലിംഗ് നാണയമാണ്. അപ്പോൾ അത് അവളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് എൻ്റെ ഫ്രണ്ടിലുള്ള ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുന്നു. സെയിങ്, പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിംഗ് വെൻ യു ഗോ. നിങ്ങൾ പോകുമ്പോൾ ഈ ഷില്ലിംഗ് കൊടുത്ത് പൂക്കൾ വാങ്ങണം. ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. എന്നിട്ട് അത് കൊണ്ടുവന്ന് എൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൻ്റെ മുകളിൽ വെക്കണം. ഇൻ മൈ ഇമോഷൻ ഐ ലോഡ് മൈ ഐസ്. എൻ്റെ ആ ഒരു ഇമോഷൻ കൊണ്ട് എൻ്റെ കണ്ണുകൾ താഴ്ന്നു, അല്ലെങ്കിൽ കണ്ണുകൾ ഞാൻ താഴ്ത്തി. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയിൽ. I felt like returning it to her, explaining that in our country flowers grow in great profusion and do not have to be purchased. അപ്പോൾ ആ കുട്ടി എത്ര കഷ്ടപ്പെട്ടാണ് ഈ നാണയമൊക്കെ ഉണ്ടാക്കിയതെന്ന് എനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവൾക്ക് തിരിച്ചു കൊടുത്തിട്ട്, ഇന്ത്യയിൽ ഇതുപോലെ പൂക്കളൊന്നും വളരെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ഒരുപാടുണ്ട് എന്ന് പറയാനായിട്ട് പോയതാണ്. ബട്ട് ഐ റീകൺസിഡേർഡ്, വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹെർ ഓഫ് ദ ജോയ് ദ സാക്രിഫൈസ് വുഡ് ഗിവ് ഹെർ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അവളോട് കാണിച്ചാൽ അവളുടെ ആ ഒരു സന്തോഷം ഞാനായിട്ട് എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത്? ഓൾ ദാറ്റ് ദി ഷില്ലിംഗ് കുഡ് ഹാവ് ഗിവൺ ഹെർ ഷി വാസ് ഫോർ ഗോയിങ് ഫോർ ദ ലവ് ഓഫ് ഹർ ബ്രദർ. ഈ ഒരു പൈസ അവൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? അവളുടെ ബ്രദറിനോടുള്ള അവളുടെ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ പ്രൈസ്. ഇവളുടെ ഈ ഒരു നാണയത്തിൽ നിന്ന് തന്നെ പണം വാങ്ങി അതവിടെ വയ്ക്കുന്നത് എന്തിനേക്കാളും വിലമതിക്കുന്നതാണ്. ദ ഗ്രീഫ് ഇൻ ഹർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. അവളുടെ ആ ഉള്ളിലുള്ള ആ ഒരു വിഷമം കുറച്ചെങ്കിലും കുറയും. വാട്ട് ഗുഡ്
would it do to deprive her of it? I picked up the shilling. അപ്പം ഞാനത് എടുത്തിട്ട് അവളെ പറഞ്ഞു വരേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് ഇങ്ങെടുത്തു. മാഗി, ഐ സെഡ്, ഐ ഷോൾ യൂസ് ദിസ് ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. മാഗിയോട് എന്ത് പറയുന്നു? ഞാൻ ഇതിൽ തന്നെ പൈസ വാങ്ങി നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ വെക്കാം. മാഗി സ്റ്റൂഡ് അപ്പ്, മാഗി എഴുന്നേൽക്കുന്നു. ഹൗ ക്യാൻ ഐ താങ്ക് യു? ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടുന്നത്? ഷീ സെഡ്, നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഗുഡ് ബൈ, റിമെമ്പർ ടു റൈറ്റ്. എന്താണ്? എനിക്ക് ജോലിക്ക് പോകേണ്ട സമയമായി, ഞാൻ നന്ദി പറയുന്നു, നിങ്ങൾ എഴുതാൻ മറക്കരുത്. I got up and took her hand in mine. Goodbye, Maggie. God bless you, I said, and pressed her hand to my lips. Maggie left. I wept a tear or two from my eyes and went upstairs to pack my bags. എന്താണ്? I got up and took her hand in mine. ഞാൻ എഴുന്നേറ്റു, അവളുടെ കൈകൾ എൻ്റെ കൈകളിലേക്ക് ഞാൻ പിടിച്ചു. ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലസ് യു. എന്നിട്ട് എന്ത് പറയുന്നു? ആ കുട്ടിയോട് ഗുഡ് ബൈ പറയുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. ഐ സെഡ്, എന്നിട്ട് ആൻഡ് പ്രസ്ഡ് ഹർ ഹാൻഡ് ഇൻ ടു മൈ ലിപ്സ്. അവളുടെ കൈയെടുത്ത് എൻ്റെ ചുണ്ടിലേക്ക് അമർത്തുന്നു. മാഗി ലെഫ്റ്റ്, മാഗി പോകുന്നു. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. എൻ്റെ കണ്ണിൽ നിന്നും 1-2 കണ്ണുനീർ വരുന്നു. ഞാനത് തുടച്ചിട്ട് മുകളിലേക്ക് കയറുന്നു. എന്തിനാണ്? എൻ്റെ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് കയറുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഥയുള്ളത്. വളരെയധികം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ വായിച്ചതിന് ശേഷമുള്ള എൻ്റെ അവസ്ഥ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിന് ശേഷം പറയണം എന്നൊക്കെ കരുതിയതാണ്. അപ്പോൾ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കും അത്രയ്ക്കും ഒന്നും പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. കാര്യം ആ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പാണ്. അപ്പോൾ സ്നേഹത്തിനിപ്പോൾ ആ ഒരു ഷില്ലിങ് എന്നുള്ളതോ അല്ലെങ്കിൽ എന്ത് എന്ന് നമ്മൾ പറഞ്ഞാലും ആ ഒരു ആത്മാർത്ഥത അല്ലേ, നമ്മളുടെ കയ്യിലുള്ള ആ ഒരു നാണയത്തിൽ നിന്ന് തന്നെ വാങ്ങി വെക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ അവരോടത്തുള്ള ഒരു ആത്മാർത്ഥതയാണ് അല്ലേ. അപ്പോൾ ആ കുട്ടി കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത, ആ ഒരു സ്നേഹം, അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അയാൾക്കുണ്ടായി, ആ ഒരു കഥാപാത്രത്തിന് ഉണ്ടായി. അത് തന്നെ ഗുപ്ത എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ആ ഒരു തീവ്രത മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായില്ലേ. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടുന്നത്. മറ്റുള്ളവരുടെ ഒരു വിഷമം നമ്മളോട് വന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അപ്പോഴാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. ഇത് നന്നായിട്ട് വായിക്കണം. അടുത്ത വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.